826 ക്യാമറകളുടെ മെയിന്റനൻസിന് വേണ്ടി വീണ്ടും ഒരു 66 കോടി രൂപ മാറ്റിവെച്ചേക്കാണ്. ക്യാമറയുടെ വില തന്നെ വന്നു മെയിന്റനൻസിന്. ഒരു ക്യാമറയുടെ വില തന്നെ ഏകദേശം 8-9 ലക്ഷം രൂപ ഇതിന്റെ മെയിന്റനൻസിന് വന്നു. ഒരു ഇന്റർനാഷണൽ അറിയപ്പെടുന്ന ബ്രാൻഡ് വാങ്ങിച്ചാൽ ഈ 5 വർഷത്തേക്കുള്ള മെയിന്റനൻസും ഫ്രീ ആയിട്ട് കിട്ടും, 5 വർഷത്തേക്കുള്ള വാറന്റിയും കിട്ടും. അപ്പൊ അത് വാങ്ങിക്കാതിരിക്കുന്നതിനും ഈ തട്ടിപ്പ് നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഉപകരണങ്ങൾ, ഇത് ഘടകങ്ങൾ വാങ്ങിച്ചിട്ട് ഇത് അസംബിൾ ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായി വാങ്ങാൻ കിട്ടുന്ന ക്യാമറ കെൽട്രോൺ പാർട്സായി വാങ്ങി അസംബിൾ ചെയ്യാനുള്ള കാരണം എന്താണ്? ഇതെല്ലാം വ്യക്തമാക്കിയല്ലേ പറ്റുള്ളൂ. ഈ കമ്പനികളുടെ പശ്ചാത്തലം എന്താണ്? ടെൻഡർ ഡോക്യുമെന്റ്, പ്രീ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാക്കണം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാവൂ. മാത്രമല്ല, ഇതൊരു 1000 കോടി രൂപ ഒരു വർഷം ജനങ്ങളിൽ നിന്ന് കൊള്ളയടിക്കപ്പെടാൻ പോവുകയാണ് ഈ പ്രോജക്ട്. സർക്കാർ മന്ത്രിസഭാ നോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 188 കോടി രൂപ ചെലവാക്കി നമുക്ക് 188 രൂപ കോടി ലാഭം നമുക്ക് ഒറ്റ വർഷം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് 188 അല്ല, അതിനൊക്കെ ഇരട്ടി കിട്ടും. അതായത് 432 കോടി രൂപയോളം ഒരു വർഷം കിട്ടുമെന്നാണ്. ഇതിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പൈസയാണ്. എന്നിട്ട് അതിനെ ഇരട്ടിയാകാൻ സാധ്യതയുണ്ടെന്നാണ് വേറെ ഇത്. അതായത് ഒരു വർഷം 1000 കോടി രൂപ വീണ്ടും ജനങ്ങളിൽ നിന്ന് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. സർക്കാർ നടത്തുന്ന അഴിമതിക്ക് ആരുടെ കീശയാണ് കാലിയാവുന്നത്? സാധാരണക്കാരായ മനുഷ്യരുടെ കീശ കാലിയാവുന്ന ഏറ്റവും വലിയ ഒരു തട്ടിപ്പ്. ഒരു പ്രവൃത്തി പരിചയമില്ലാത്ത ആളുകൾക്ക് വിളിച്ച് ടെൻഡർ കൊടുത്ത് അവർക്ക് കൊള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരം. അവരെല്ലാം ഇവരുടെ ഏറ്റവും അടുത്ത ആളുകളാണ്. ഇവരുടെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ ഇവരെല്ലാം ഈ രംഗത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അധികാര ദല്ലാളന്മാരായി പ്രവർത്തിക്കുന്നവരാണ്. ഇതാണ് അധികാരത്തിന്റെ ഇടനാഴിയിലെ ദല്ലാളന്മാർ. അതിലൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ് SRIT എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്.